ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷമായ കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതിനിടയിൽ വിവരമറിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൽ എത്തിയ കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടന്ന പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രസിഡന്റിനോട് പ്രതിഷേധം അറിയിച്ച് ഇറങ്ങിപ്പോന്നാണ് സെക്രട്ടറിയുടെ ക്യാബിനിലും തുടർന്ന് ഓഫീസിനുള്ളിലും കോൺഗ്രസ് മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഞങ്ങൾ ഇന്നിവിടെ ഈ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നത്, അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ലൈഫിലെ ഗുണഭോക്താക്കൾക്ക് യഥാക്രമം ഈ ഭരണസമിതി ഫണ്ട് നൽകാത്തതിനെ തുടർന്നാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് 4 വർഷത്തോളമായിട്ട് 156ഓളം ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വീടിന് അപേക്ഷ നൽകി എഗ്രിമെന്റ് വെച്ചത്. ഇവരിൽ ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റിന് 4 ലക്ഷം രൂപ നൽകാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കടം മേടിച്ചും പലിശയ്ക്ക് പണമെടുത്തും പല ആളുകളും വീട് പണി പൂർത്തിയാക്കി അവർ പാലുകാച്ചൽ കഴിഞ്ഞ് വീട്ടിൽ കയറിയിരുന്നിട്ടും അവർക്ക് 2,40,000 രൂപ വരെ മാത്രമേ കൊടുക്കാൻ പറ്റിയ പല വീടുകളുണ്ട്. 3,40,000 കൊടുത്ത വീടുകളുണ്ടെങ്കിലും യഥാക്രമം കൊടുക്കേണ്ട സംഖ്യ പഞ്ചായത്ത് കൊടുക്കണില്ല എന്നുള്ളതാണ് വാസ്തവം. ആദ്യം 40,000 രൂപ, തറപണി കഴിഞ്ഞ് 1 ലക്ഷം രൂപ, പിന്നെ വാർപ്പ് 500 ലക്ഷം. ഇപ്പൊ 3,40,000 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് 2,40,000 രൂപ മാത്രം കിട്ടിയിട്ടുള്ള ഗുണഭോക്താക്കളാണ് ധാരാളമായിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയാണ് സമരം. ഈ പാവപ്പെട്ട ജനങ്ങളെ 2 വർഷത്തിലധികം 3 വർഷത്തിലധികമായി വാടക കൊടുത്തുകൊണ്ട് 5,000-6,000 രൂപ വാടക കൊടുത്തുകൊണ്ടാണ് അവര് ഇന്ന് ജീവിക്കുന്നത്. വീട് പണി പൂർത്തിയാക്കാനാവാതെ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം. പഞ്ചായത്ത് പ്രസിഡന്റ് 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി തരാം എന്ന് പറഞ്ഞാണ് ഇവരെല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തി അവരോട് വാഗ്ദാനം നൽകിയത്. പൊള്ളയായ വാഗ്ദാനമായിരുന്നു എന്ന് അത് തിരിച്ചറിയാണ്. ഈ ഭരണസമിതിക്ക് ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും പഞ്ചായത്ത് ഭരണസമിതിക്ക് പൈസ കൊടുക്കാൻ, ഫണ്ട് കൊടുക്കാൻ സാധിക്കാത്ത ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങളെ തെരുവിലിറക്കി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരം നടത്തുന്നത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതോടെ ഓഫീസ് അടയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനിടയിലാണ് പുറത്ത് കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും ചെറിയ തോതിൽ കയ്യേറ്റവും നടന്നത്. ഇത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. തുടർന്ന് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാത്രി 7 മണിയോടെ പ്രതിപക്ഷ നേതാവ് MC ഐജു, മെമ്പർമാരായ റീന വർഗീസ്, റെജി ജോർജ്, സതി മണികണ്ഠൻ, PK മാധവൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരം ചെയ്ത മെമ്പർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, PS സുനീഷ്, സഫീന അസീസ്, അജു നെല്ലുവായ് തുടങ്ങിയവർ നേതൃത്വം നൽകി. VCV ന്യൂസ്, എരുമപ്പെട്ടി. You are watching VCV News.